Welcome to my channel Mathematics Made Easy by Mary MJ. Today we are discussing SCERT Class 9 Chapter 12 Proportion. ഇപ്പോൾ ഞാനിവിടെ ഒരു A0 ഷീറ്റ് പേപ്പർ എടുത്തിരിക്കുന്നത്. A0 ഷീറ്റ് പേപ്പർ A0 ഷീറ്റ് പേപ്പർ ഉണ്ട്, A1 ഉണ്ട്, A2, A3, A4, A5, A6, A7. അപ്പോൾ എങ്ങനെയാണ് ഈ A1, A2, A3, A4, A5, A6, A7 ഒക്കെ കിട്ടുന്നത്? ഫസ്റ്റ് ഒരു വലിയ ഷീറ്റ് പേപ്പർ, ആ ഷീറ്റ് പേപ്പറിൻ്റെ സൈഡിൻ്റെ റേഷ്യോ √2:1 ആണ്. അതായത് ഒരു സൈഡ് എക്സ് ആണെങ്കിൽ മറ്റേ സൈഡ് √2 ടൈംസ് എക്സ് ആണ്. ലെങ്ത് ഇസ് ഈക്വൽ ടു √2 ടൈംസ് ബ്രെഡ്ത്ത്. അപ്പോൾ ഇനി ആ A0 ഷീറ്റ് പേപ്പറിനെ ഹാഫാക്കി കട്ട് ചെയ്തു, നടുവിലൂടെ കട്ട് ചെയ്തു. അപ്പോൾ 2 പീസായി അല്ലേ? അപ്പോൾ കിട്ടുന്നതാണ് A1 ഷീറ്റ് പേപ്പർ. ഇതാണ് A1 ഷീറ്റ് പേപ്പർ. ഈ A1 ഷീറ്റ് പേപ്പറിനും റേഷ്യോ എന്താണ്? സൈഡ്സിൻ്റെ റേഷ്യോ √2:1 തന്നെയാണ്. അപ്പോൾ A0ൻ്റെ ലെങ്ത്തും ലെങ്ത്ത് ബൈ ബ്രെഡ്ത്ത് വിൽ ബി √2/1. പിന്നെ A1ൻ്റെ ആണെങ്കിലും ലെങ്ത്ത് ഇസ് ടു ബ്രെഡ്ത്ത് എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ √2/1. ഇനി അതിനെ ഈ A1നെ ഹാഫാക്കി കിട്ടുന്നതാണ് A2 സൈസ് പേപ്പർ. നിങ്ങൾ യൂഷ്വലി കേൾക്കുന്നതാണ് A4 ഷീറ്റ് അല്ലേ? അപ്പോൾ ഈ A4 ഷീറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? A0 ഷീറ്റിനെ ഹാഫാക്കുമ്പോൾ നമുക്ക് A1 ഷീറ്റ് കിട്ടും. A1നെ ഹാഫാക്കി കട്ട് ചെയ്യുന്നത്, ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് A2 ഷീറ്റ് പേപ്പർ. ഈ A2 ഷീറ്റിനെ വീണ്ടും നടുവിൽ കട്ട് ചെയ്യുന്നതാണ് A3 ഷീറ്റ് പേപ്പർ. A3നെ വീണ്ടും കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് A4 ഷീറ്റ് പേപ്പർ. നമ്മൾ എക്സാമൊക്കെ എഴുതുന്ന ഒരു ഷീറ്റ് പേപ്പറില്ലേ, ഏകദേശം അതുപോലത്തെയാണ്, അത്രയും വലുപ്പത്തിലുള്ളതാണ് A4 ഷീറ്റ് പേപ്പർ. യൂഷ്വലി നമ്മൾ എഴുതുന്ന പേപ്പറാണ് A4 ഷീറ്റ് പേപ്പർ. അപ്പോൾ ഈ A4നാണെങ്കിലും A1, A2, A3, A4, A5, A6, A7, A0 എന്ന് പറഞ്ഞാൽ വലിയ ഷീറ്റ്. അപ്പം വലിയ ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്യുന്നതാണ് ഇതെല്ലാം. പക്ഷേ ഇതിനെല്ലാത്തിനും സൈഡ്സിന് ഒരു റേഷ്യോ ഉണ്ട്. എല്ലാ ഷീറ്റ് പേപ്പറിനും, അതായത് A0 ഈ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷൻസിൻ്റെ പേപ്പർ A0, A1, A2, A3, A4, A5, A6 ആൻഡ് A7 വിൽ ബി ഹാവിങ് sides in the ratio √2:1. ഓക്കെ, √2:1 ആണ് ഇതിനൊക്കെ സൈഡ്സിൻ്റെ റേഷ്യോ വരുന്നത്. അതായത് എക്സ് ആണ് ബ്രെഡ്ത്ത് എങ്കിൽ ലെങ്ത് വിൽ ബി √2 ടൈംസ് എക്സ്. ലെങ്ത് വിൽ ബി √2 ടൈംസ് ഓഫ് എക്സ് ഇഫ് ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ ബ്രെഡ്ത്ത് എക്സ് ആണെങ്കിൽ ലെങ്ത് √2 ടൈംസ് എക്സ് ആയിരിക്കും. സോ ലെങ്ത് ഓഫ് ദ ലോങ്ങർ സൈഡ് ഇസ് √2 ടൈംസ് ദ ലെങ്ത് ഓഫ് ദ ഷോർട്ടർ സൈഡ്. സോ ഇൻ ഓൾ പേപ്പർ സൈസസ് A0, A1, A2, etc., the length of the longer side, the length of the longer side is √2 times the length of the shorter side. The length of the shorter side. അപ്പോൾ ഏതൊരു ഷീറ്റ് പേപ്പറിലും, ഈ പറഞ്ഞിരിക്കുന്ന ഏത് ഷീറ്റ് പേപ്പറിലും ലെങ്ത് ഓഫ് ദ ലോങ്ങർ സൈഡ് ഇസ് √2 ടൈംസ് ദ ലെങ്ത് ഓഫ് ദ ഷോർട്ടർ സൈഡ്. അപ്പോൾ √2:1 ആണ് ഈ എല്ലാ ഷീറ്റ് പേപ്പറിലും അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മുടെ ലെങ്ത് ബൈ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ √2/1. അപ്പോൾ ഇതൊക്കെ ദേ ആർ ഇൻ പ്രപ്പോർഷൻ അല്ലേ? എല്ലാം പ്രപ്പോർഷനിലാണ്. കാരണം എന്താ? ഇക്വാളിറ്റി ഓഫ് റേഷ്യോസ് വി കോൾ ഇറ്റ് ആസ് പ്രപ്പോർഷൻ. അവിടെയൊക്കെ റേഷ്യോ ഈക്വലാണ്. അപ്പോൾ ഇക്വാളിറ്റി ഓഫ് റേഷ്യോസ് വി കോൾ ഇറ്റ് ആസ് പ്രപ്പോർഷൻ. അപ്പോൾ ആ പേപ്പേഴ്സൊക്കെ എന്തിലാണ്? A0ഉം A1ഉം A2, A3, A4, A5, A6, A7 ഒക്കെ എന്തിലാണ്? പ്രപ്പോർഷനിലാണ്. കാരണം ഏതൊരു പേപ്പറിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എടുത്താലും എന്താണ്? √2:1 ആണ്.
That is the reason. Equality of ratio, we call it as proportion. ഇനി നമുക്ക് ആ പ്രപ്പോർഷനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് പേജ് നമ്പർ 182 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് വൺ, എ പേഴ്സൺ ഇൻവെസ്റ്റ് 10,000 rupees and 15,000 rupees in 2 different schemes. ഇപ്പോൾ ഒരാൾ 2 സ്കീമിൽ 10,000 rupeesഉം 15,000 rupeesഉം ഡെപ്പോസിറ്റ് ചെയ്തു. After 1 year, he got 900 rupees as interest for the first amount and 1,200 rupees as interest for the second amount. Are the interest proportional to the investment? Interest ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് പ്രപ്പോർഷണൽ ആണോ? രണ്ടിൻ്റെയും നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ അതേപോലെ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഇൻട്രസ്റ്റ് ടു ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ടു ദ ഫസ്റ്റ് സ്കീം ആൻഡ് വാട്ട് അബൌട്ട് ദ സെക്കൻഡ്? തേർഡ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദ ഫസ്റ്റ് സ്കീം ആൻഡ് ഇൻ ദ സെക്കൻഡ്? അപ്പം നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആർ ദ ഇൻട്രസ്റ്റ് പ്രപ്പോർഷണൽ ടു ദ ഇൻവെസ്റ്റ്മെൻറ്റ്? അപ്പോൾ ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റും ചെക്ക് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റും ഇൻവെസ്റ്റ്മെൻറ്റും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് ഇവിടെ? ഇൻവെസ്റ്റ് ചെയ്യുന്നത് 10,000ഉം 15,000ഉമാണ്. അതിൻ്റെ റേഷ്യോ എടുക്കുക, ഇൻട്രസ്റ്റിൻ്റെ റേഷ്യോ എടുക്കുക. ഇത് രണ്ടും സെയിം ആണോ നോക്കുക. റേഷ്യോസ് രണ്ടിൻ്റെയും സെയിം ആണെങ്കിൽ ദേ ആർ ഇൻ പ്രപ്പോർഷൻ. ഇക്വാളിറ്റി ഓഫ് റേഷ്യോസ് വി കോൾ ഇറ്റ് ആസ് പ്രപ്പോർഷൻ. അപ്പോൾ റേഷ്യോസ് സെയിം ആണോ നോക്കിയാൽ മതി. അപ്പോൾ നമുക്കത് ചെയ്യാം. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, നമ്മൾ ആദ്യം റേഷ്യോ ബിറ്റ്വീൻ ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ആണ് നോക്കുന്നത്. ദ റേഷ്യോ ബിറ്റ്വീൻ ദി എമൗണ്ട്സ് ഇൻവെസ്റ്റഡ് is equal to ഫസ്റ്റ് സ്കീമിൽ 10,000ഉം സെക്കൻഡ് സ്കീമിൽ 15,000 rupeesമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടിലും ആ 3 zeros ക്യാൻസൽ ചെയ്താൽ ഈ റേഷ്യോ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലായിരിക്കണം എഴുതുന്നത്. അപ്പോൾ ഇവിടെയുള്ള 3 zeros രണ്ടിതും ക്യാൻസൽ ചെയ്താൽ ബാക്കി 10:15 കിട്ടുന്നത്. ഈ 10:15ലും കോമൺ ടേം ഉണ്ട് അല്ലേ? എന്താ കോമൺ? 5 കോമൺ ആണ്. സോ 2:3. ദാറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ബോത്ത് ദ സ്കീംസ്. ഇനി അവിടെ റേഷ്യോ ബിറ്റ്വീൻ ദ ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചത്. ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഇൻട്രസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് സ്കീമിലുള്ള ഇൻട്രസ്റ്റ് 900ഉം സെക്കൻഡ് സ്കീമിൽ നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് 1,200ഉം. സോ ഇവിടെയാണെങ്കിലും 2 zeros കോമൺ ആണ്. ക്യാൻസൽ ചെയ്താൽ 9:12. ആ 9:12 വീണ്ടും എന്താ കോമൺ? 3 കോമൺ ആണ്. 3 കോമൺ ആകുമ്പോൾ 3:4. അപ്പോൾ ഇവിടുത്തെ റേഷ്യോയും ഇവിടുത്തെ റേഷ്യോയും ഡിഫറെൻ്റ് അല്ലേ? ഇക്വാളിറ്റി ഓഫ് റേഷ്യോസ് ആണ് പ്രപ്പോർഷൻ. പക്ഷേ ഇവിടെ റേഷ്യോസ് ഡിഫറെൻ്റ് ആയിട്ടാണ് കിട്ടുന്നത്. സിൻസ് ദ റേഷ്യോസ് ആർ ഡിഫറെൻറ്റ്, സോ ദ ഇൻട്രസ്റ്റ് വിൽ നോട്ട് ബി പ്രപ്പോർഷണൽ ടു ദി ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ എന്താണ്? സിൻസ് ദ റേഷ്യോസ് ആർ ഡിഫറെൻറ്റ്, interest will not be proportional. Proportional to investment. ഇനി സെക്കൻഡ് വൺ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഇൻട്രസ്റ്റ് ടു ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ദ ഫസ്റ്റ് സ്കീം? Ratio of the interest to the amount invested in the first scheme. What about the second? Per ratio of amount invested. എന്താണ് ratio of amount invested in the first scheme? Ratio of the interest in the first scheme. ഇൻവെസ്റ്റ് ചെയ്തത് 10,000ഉം ഇൻട്രസ്റ്റ് 900ഉമാണ്. സോ the ratio between the amount invested and interest in first scheme is equal to 10,000 ആണ് ഇൻവെസ്റ്റ് ചെയ്തത്, 900 ആയിരുന്നു ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് 2 zeros ക്യാൻസൽ ചെയ്യുമ്പോൾ 100:9 ആണ് കിട്ടുന്നത്. 100:9.
ഇനി അതേപോലെ റേഷ്യോ ബിറ്റ്വീൻ എമൗണ്ട് ഇൻവെസ്റ്റഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ദ സെക്കൻഡ് സ്കീം. സെക്കൻഡ് സ്കീമിലത്തെ നോക്കാം. സെക്കൻഡ് സ്കീമിൽ 15,000 റുപ്പീസാണ് ഇൻവെസ്റ്റ് ചെയ്തത്. 1,200 ആയിരുന്നു ഇൻട്രസ്റ്റ്. അപ്പോൾ കോമൺ ടേംസ് ക്യാൻസൽ ചെയ്യുമ്പോൾ 0 0 ക്യാൻസൽ ചെയ്തു. ബാക്കി നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുക 25:2. അവിടെയും എന്താണ്, റേഷ്യോസ് ഡിഫറെൻ്റ് ആണ് അല്ലേ. സോ ദേ ആർ നോട്ട് ഇൻ പ്രപ്പോർഷൻ. അവിടെയും റേഷ്യോസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് അവിടെ റേഷ്യോസ് എന്താണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അത് അല്ലാതെ പ്രപ്പോർഷൻ ആണോ എന്ന് ചോദിച്ചിട്ടില്ല കേട്ടോ. ഇനി തേർഡ് വൺ, വാട്ട് ഈസ് ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദ ഫസ്റ്റ് സ്കീം? ഫസ്റ്റ് സ്കീമിലുള്ള ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഫസ്റ്റ് സ്കീം. എങ്ങനെയാണ് റേറ്റ് കണ്ടുപിടിക്കുക? റേറ്റ് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ PNR/100 അല്ലേ. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണണമെങ്കിലോ I കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് I, that is 900 divided by ഇൻവെസ്റ്റ് ചെയ്തത് 10,000 into 100, that's equal to 9%. പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദ സെക്കൻഡ് സ്കീം. സെക്കൻഡ് സ്കീമിൽ 1,200 divided by 15,000 into 100, that's equal to 8%. അപ്പം അത്രയായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യനിലുള്ളത്. ഇനി സെക്കൻഡ് വൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മുടെ ആദ്യത്തെ A0 പേപ്പർ A1 പേപ്പറിൻ്റെ ഒക്കെയാണ്. ഏരിയ ഓഫ് A0 പേപ്പർ ഇസ് 1 meter square. ഏരിയ ഓഫ് A0 പേപ്പറിൻ്റെ ഏരിയ 1 meter square. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് A4 പേപ്പർ കറക്റ്റ് ടു എ millimeter യൂസിങ് എ കാൽക്കുലേറ്റർ. ചില ഭാഗങ്ങൾ, ചില കാൽക്കുലേഷൻസ് റൂട്ട് ഓഫ് ഡെസിമൽ പോയിൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള കേസിലാണ് യൂസിങ് എ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ A0 പേപ്പറിൻ്റെ ഏരിയ ആണ് തന്നിരിക്കുന്നത് 1 meter square. അപ്പോൾ A1 പേപ്പറിൻ്റെ ഏരിയ എന്തായിരിക്കും? ഏരിയ ഓഫ് A1 പേപ്പർ. A1 പേപ്പറിൻ്റെ ഏരിയ ഇതിൻ്റെ പകുതിയാണ്, A0ൻ്റെ പകുതിയാണ് അല്ലേ. അപ്പോൾ A1 പേപ്പറിൻ്റെ ഏരിയ എത്രയാണ്? 1/2 meter square. ഏരിയ ഓഫ് A2 പേപ്പർ എന്തായിരിക്കും? ഇതിൻ്റെയും പകുതി, ഹാഫിൻ്റെയും പകുതി. ഹാഫിൻ്റെ പകുതി എന്ന് പറയുന്നത് half of 1/2. 1/2ൻ്റെ പകുതി, ദാറ്റ് ഇസ് 1/4. അങ്ങനെയാണെങ്കിൽ A3 പേപ്പറിൻ്റെയോ? ഏരിയ ഓഫ് A3 പേപ്പർ half of 1/4, that is 1/8. പിന്നെ അതേപോലെ ഏരിയ ഓഫ് A4 ഷീറ്റ് പേപ്പറോ? half of 1/8, that is equal to 1/16 meter square. അതാണ് ഏരിയ. അപ്പോൾ ഏരിയ നമുക്ക് കിട്ടി. ഇനി ലെങ്ത് ഓഫ് A4 ഷീറ്റ് എന്തായിരിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞു എല്ലാ A0, A1, A2, A3, A4, A5, A6, A7 എല്ലാത്തിനും ലെങ്ത് ഇസ് ടു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് √2:1 ആണ് അല്ലേ. √2 ടൈംസ് ആണ് ലെങ്ത് വരിക. അപ്പം അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് A4 ഷീറ്റ് പേപ്പർ? ലെങ്ത് ഓഫ് A4 പേപ്പർ ലെങ്ത് എത്രയാണ്? ഇറ്റ് ഈസ് √2x ആൻഡ് ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു x. സോ ഏരിയ ഈസ് ഈക്വൽ ടു, ഏരിയ നമുക്കറിയാം 1/16 ആണ് ഇതിൽ അല്ലേ. അപ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആൻഡ് ഏരിയ എത്രയാണ്? 1/16 ആണ്. സോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത് അവിടെ √2x ബ്രെഡ്ത്ത് x ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/16 ഓർ √2x² is equal to 1/16 or x² is equal to 1/16 into √2, that is 1/16 into 1.414.
അപ്പോൾ ഇതുവരെയൊന്നും നമുക്ക് കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമില്ല. കാൽക്കുലേറ്ററിൻ്റെ ആവശ്യം വരുന്നത് ലാസ്റ്റ് ഇപ്പോൾ എക്സ് സ്ക്വയർ ആണ് നമുക്ക് അറിയുന്നത് അല്ലേ. ഇനി ഇത് മൾട്ടിപ്ലൈ നിങ്ങൾക്ക് ശരിക്കും മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1/16 × 1.414 എന്ന് വെച്ചാൽ 22.624. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യേണ്ടി വരിക. സോ എക്സ് സ്ക്വയർ എന്തായിരിക്കും? അപ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യുമ്പം 0.0442 മീറ്റേഴ്സ്. ഇപ്പോൾ എക്സ് സ്ക്വയർ കിട്ടി. ഇനി എക്സോ ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് സ്ക്വയർ റൂട്ട് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ √0.0442 is equal to 0.2102 മീറ്റർ. അപ്പം അത്രയും മീറ്റേഴ്സാണ്. സോ സെൻറ്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ ദറ്റ് ഇസ് 21.02 സെൻറ്റിമീറ്റർ മൾട്ടിപ്ലൈ ബൈ 100. അതാണ് എക്സിൻ്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് A4 ഷീറ്റ് പേപ്പർ എന്താ? വാട്ട് ഈസ് ദ ലെങ്ത്? ലെങ്ത് ഓഫ് A4 പേപ്പർ is equal to √2 times x. That is √2 into 21.02, which is equal to 21.02 into 1.414, and that is equal to 29.72 centimeter. അതാണ് ലെങ്ത്. ബ്രെഡ്ത്ത് എക്സ് തന്നെ. ബ്രെഡ്ത്ത് ഓഫ് ദ പേപ്പർ ഇസ് എക്സ് ഇറ്റ്സെൽഫ്. എക്സ് എന്ന് പറയുന്നത് 21.02. ദെൻ നെക്സ്റ്റ് വൺ. അപ്പോൾ ഈ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ആകെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം ലെങ്ത്സ്റ്റ് ബ്രെഡ്ത്ത് ഫോർ എനി പേപ്പർ. എനി പേപ്പർ എന്ന് പറഞ്ഞാൽ A0 തൊട്ട് A7 വരെയുള്ള ആ പേപ്പേഴ്സിൻ്റെ ലെങ്ത്സ്റ്റ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് √2:1 ആണ്. അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ. നൗ നെക്സ്റ്റ് വൺ. ഇൻ കാൽഷ്യം കാർബണേറ്റ് ദ മാസസ് ഓഫ് കാൽഷ്യം കാർബൺ ആൻഡ് ഓക്സിജൻ ആർ ഇൻ ദ റേഷ്യോ 10:3:2. അപ്പോൾ കാൽഷ്യം കാർബണേറ്റിൽ കാൽഷ്യം കാർബൺ ഓക്സിജൻ്റെ കണ്ടൻറ്റ് എന്തായിരിക്കും? റേഷ്യോ 10:3:2 ആണെങ്കിൽ മാത്രമേ അത് കാൽഷ്യം കാർബണേറ്റ് ആവുള്ളൂ. വെൻ 150 grams ഓഫ് എ കോമ്പൗണ്ട്, ഒരു 150 grams കോമ്പൗണ്ട് അനലൈസ് ചെയ്തപ്പോൾ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് അതിനകത്ത് 60 grams കാൽഷ്യം 60 grams കാൽഷ്യം ഉണ്ടായിരുന്നു. പിന്നെന്താ ഉണ്ടായിരുന്നത്? 20 grams കാർബൺ ഉണ്ടായിരുന്നു ആൻഡ് 70 grams ഓക്സിജൻ ഉണ്ടായിരുന്നു. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഇസ് ആ കോമ്പൗണ്ട് കാൽഷ്യം കാർബണേറ്റ് ആയിരുന്നോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് കാൽഷ്യം കാർബണേറ്റ് ആണെങ്കിൽ 10:3:12 2 അല്ല 12 ആണ്. 10:3:12 ആയിരിക്കണം അതിൻ്റെ റേഷ്യോ. അപ്പോൾ നമുക്ക് ഈ കിട്ടുന്നത് ഈ റേഷ്യോയിലാണോ നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഇഫ് ഇറ്റ് ഇസ് കാൽഷ്യം കാർബണേറ്റ് ദെൻ ദ റേഷ്യോ വിൽ ബി 10:3:12. സോ ദ റേഷ്യോ between calcium, carbon and oxygen in calcium carbonate is 10:3:12. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ റേഷ്യോ ഓഫ് ദിസ് കോമ്പൗണ്ട്, the ratio of calcium, carbon and oxygen in the given compound is 60:20:70 അല്ലേ. ഇതിൽ കോമൺ ടേംസ് അങ്ങ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 6:2:7. അപ്പോൾ എന്തായി? ഇവിടെ റേഷ്യോസ് സെയിം ആണോ? റേഷ്യോസ് ആർ നോട്ട് സെയിം അല്ലേ. ഇവിടെ റേഷ്യോസ് റേഷ്യോ ഓഫ് കാൽഷ്യം കാർബണേറ്റ് 10:3:12 ആവണം. ഇവിടെ 6:2:7 ആണ്. സിൻസ് ദ റേഷ്യോ ഇസ് നോട്ട് ഈക്വൽ, സിൻസ് ദിസ് റേഷ്യോ ഈസ് നോട്ട് ഈക്വൽ to the ratio of calcium,
carbon and oxygen in calcium carbonate it is not calcium carbonate. അപ്പോൾ ഇക്വാളിറ്റി ഓഫ് റേഷ്യോ, സെയിം റേഷ്യോ ആവണം, എന്നാലേ അത് പ്രപ്പോർഷൻ എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് എ പ്രപ്പോർഷൻ. അപ്പോൾ ഈ പ്രപ്പോർഷൻ്റെ ഭാഗം ശരിക്കും മനസ്സിലാക്കി ചെയ്യാം. then it will be easy for you. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.